മുഖ്യമന്ത്രി പിണറായി വിജയനും മോഹൻലാലും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ടീസർ ദാ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ആരും ഒരു PR-ന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മുൻകൂട്ടി ഒരു തീരുമാനം എടുത്തിട്ടോ പ്രവർത്തിക്കുന്നവരല്ല. ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? അഭിനയമല്ല അത്. ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ല. ഞാനൊട്ടും അങ്ങനെ അഭിനയിച്ചിട്ടേ ഇല്ല. അഭിനയം ഞങ്ങൾക്കറിയുകയേയില്ല. ഈ ഞങ്ങൾ എന്നുള്ളത് പറയുമ്പോഴേ ടീച്ചർ ഇച്ചിരിയും കൂടെ അഭിനയത്തിൽ ശ്രദ്ധിക്കാനുണ്ട്. അതിനുള്ള ടിപ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു തന്നിരുന്നു. പക്ഷേ നമ്മുടെ മുഖ്യദാസന് അഭിനയം അറിയില്ല എന്ന് ടീച്ചർ അങ്ങനെ കണ്ണും പൂട്ടി പറയരുത്. തകർക്കല്ലേ? ലാലിസവും പിണറായിസവും കൂടെയുള്ള ആ ഏറ്റുമുട്ടൽ കണ്ടിട്ട് ഒരു 5-6 സിനിമാ പടത്തിലേക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ടെന്നാ കരക്കമ്പി. അടുത്ത ലാലേട്ടൻ പടത്തിൽ വില്ലനായിട്ടൊക്കെയാണെന്നാണ് കേൾക്കുന്നത്. മന്ത്രിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ രജനീകാന്തിന്റെയാണ്. ആക്ഷൻ പടങ്ങൾ എപ്പോഴും എൻ്റെ ഒരു ദൗർബല്യമായിരുന്നു, അല്ലേ ദാസ? അതും ആക്ഷൻ സിനിമ. ആക്ഷൻ പടങ്ങൾ പൊതുവെ ഞാൻ ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞില്ലേ, ആക്ഷൻ വലിയ ഇഷ്ടമാണ്. ഇങ്ങനൊരു സിനിമ സീൻ അത് അങ്ങ് യഥാർത്ഥ ജീവിതത്തിൽ പ്രയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? മറ്റുള്ള സിനിമകൾ കണ്ട് അതൊരിക്കലും ഒരു പ്രചോദനമാക്കാറില്ല. ഞാൻ തന്നെ ഒരു സിനിമയായിട്ട് മാറുകയായിരുന്നു, ഒരു പ്രതിഭാസമായിട്ട് മാറുകയായിരുന്നു. അങ്ങനെ ഞാൻ ചോദിക്കാറില്ല. ജീവിതത്തിൽ എന്തെങ്കിലും അങ്ങേക്ക് പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന ചോദ്യമാണ് അടുത്തതായി ലാലേട്ടന് മുന്നിൽ എഴുതി കൊടുക്കപ്പെട്ടിട്ടുള്ളത്. ചോദ്യത്തിന് ഉത്തരം എന്തായിരിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയൊന്നും ഞങ്ങൾക്കില്ല. കാരണം പശ്ചാത്താപം എന്ന വാക്ക് പരിചയമുള്ള ആളായിട്ട് കേരളത്തിൽ ആർക്കും ഇതുവരെ അങ്ങൊന്നിന് തോന്നിയിട്ടില്ല. എന്റെ ഈ ശരീരത്തിന്റെ തൊലി പൊളിഞ്ഞു പോയിരുന്നു. ഞങ്ങളുടെ തൊലി പൊളിയുന്നു ഇതൊക്കെ കണ്ടിട്ട്. ഇനി പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നത് വരെ എന്തൊക്കെ കണ്ട് ഞങ്ങൾ തൊലി പൊളിക്കേണ്ടി വരുമെന്നറിയത്തില്ല. രണ്ടുപേരും നല്ല നാച്ചുറലായിട്ട് അഭിനയിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഞങ്ങളുടെ അങ്ങൊന്ന് കുറച്ചും കൂടെ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ടുപേരും കൂടെ ഏറ്റുമുട്ടുമ്പോൾ ലാലിസം കുറച്ച് മങ്ങുന്നുണ്ടോ എന്നൊരു സംശയം. അങ്ങൊന്നുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു അഭിനയത്തിന്റെ കാര്യത്തിൽ. ദാസന്റെയും വിജയന്റെയും ചിരിയുടെ ആ ലെങ്ത് ഇത്തിരി കൂടുന്നുണ്ട്, ബോറടിക്കുന്നു. ടീസർ ഇത്. അപ്പോൾ ഇന്റർവ്യൂ എന്തായിരിക്കും? പൊന്ന് ലാലേട്ടാ, അടുത്ത പുതിയ പടത്തിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓർമ്മിപ്പിച്ചില്ല എന്ന് വേണ്ട, വെളുക്കാനാണ് ഈ തേക്കുന്നതെങ്കിൽ അവസാനം നല്ല ഉഗ്രനൊരു പാണ്ടാകും അത്. ഈ പ്രത്യേക ആക്ഷൻ പടത്തിന് വേണ്ടി ആറ്റുനോറ്റാരെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. കണ്ണിലിത്തിരി വിളക്കെണ്ണ ഊറ്റിത്തരാം, വേണേ ഒരു തിരിയിട്ട് കത്തിക്കുകയും കൂടെ ചെയ്യാം. കാരണം ആദ്യം ഇത് പെട്ടെന്ന് കണ്ടപ്പോഴേ ഇനി ദൃശ്യം 3ന്റെ ടീസർ വല്ലതും ആണോ അതോ ഇനി AI ആണോ ഇതൊക്കെ അറിയാൻ വേണ്ടി പിന്നെ ഒന്നും കൂടെ കയറി നോക്കി. അപ്പോഴാണ് കുറേ അടിമകൾ കട്ട വെയിറ്റിംഗ് എന്ന് പറഞ്ഞ് തീ നാളത്തിൻ്റെയൊക്കെ മറ്റേ സാധനമൊക്കെ ഇട്ട് തള്ളിയേക്കുന്നത് കണ്ടത്. പക്ഷെ ഈ ഒരു ടീസറിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ചിരിക്കാൻ അറിയാം. അഭിനയമായിട്ടാണെങ്കിൽ പോലും ചിരിക്കാൻ അറിയാം, വശമുണ്ട്. പൊതുജനങ്ങളുടെ മുന്നിൽ വരുമ്പോൾ മാത്രം ആ ഒരു രസം തമ്പുരാൻ്റെ മുഖത്ത് പ്രകടമാകില്ല. ഇനി അത്രയും സമയത്തേക്ക് ചിരി വരുത്താൻ വേണ്ടി ആരെങ്കിലും ഇക്കിളി ഇട്ടോന്നോ, ഇക്കിളി ഇട്ടാലും വരാൻ സാധ്യതയില്ല, വല്ല ലാഫിംഗ് ഗ്യാസ് പ്രയോഗിച്ചോന്നോ സംശയമുണ്ട്. എന്നാലും PR-ൻ്റെയൊക്കെ ഒരു റേഞ്ച് പോയ പോക്കെ, ഇതൊക്കെ ഏവൻ്റെ തലയിൽ ഉദിക്കുന്ന എന്തോ. അങ്ങനെ സിനിമാ പടം വരെ ഇറങ്ങി. ഇതും കാണേണ്ടത് നമ്മൾ, എല്ലാ ദുരിതവും തരുന്നത് അനുഭവിക്കേണ്ടതും നമ്മൾ. ആ നമ്മുടെ നെഞ്ചത്ത് കസേര ഇട്ടിരുന്ന് മുഖാമുഖം നോക്കി അട്ടഹസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇത് PR അല്ല എന്നാരുടെയെങ്കിലും മുന്നിൽ വന്ന് നിന്ന് നെഞ്ചു വിരിച്ചു പറയാൻ പറ്റുമോ? ലാലേട്ടന് പറ്റുമോ? ഇല്ല. ഇതെല്ലാം സ്ക്രിപ്റ്റഡ് സാധനമാണെന്ന് ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം. അതല്ല, ഇങ്ങനെ ഒരു നോർമൽ സംഭാഷണമാണ്, ജനങ്ങളോട് കുറച്ചും കൂടി ലൈറ്റായിട്ട് ആശയവിനിമയം നടത്തത്തക്ക രീതിയിൽ ഒരു പ്രോഗ്രാം നിങ്ങൾ സംഘടിപ്പിച്ചതാണ്, ഇലക്ഷനൊന്നും മുന്നിൽ കണ്ടല്ല എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ ഞങ്ങളിൽ ആർക്കെങ്കിലും, അതായത് ഈ പൊതുജനങ്ങളെ സാധാരണക്കാരായിട്ടുള്ള ആർക്കെങ്കിലും ഇതിനുള്ള ഒരു അവസരം തരണം. നേരത്തെ ചോദ്യങ്ങളൊന്നും എഴുതി തയ്യാറാക്കി മുന്നിൽ വന്ന് തരത്തില്ല. അപ്പോഴപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കും, തിരിച്ചു മറുപടി തരണം. ഏതായാലും തെറിയൊന്നും ആരും മുന്നിൽ വന്നിരുന്ന് പറയാൻ പോകുന്നില്ലല്ലോ, വേറെ ആഭാസത്തരൊന്നും കാണിക്കത്തില്ല, അസഭ്യം ഒന്നും പറയത്തില്ല. അതിനൊരു ചാൻസ് തരുമോ? കാരണം ചോദ്യങ്ങൾ കൃത്യമായിട്ട് ചോദിക്കാൻ വേണ്ടിയാണ് നിയമസഭയിലേക്ക് ഓരോരുത്തരെ ജയിപ്പിച്ച് വിടുന്നത്. പക്ഷെ അങ്ങോട്ട് വിടുന്നവരൊക്കെ എന്തൊക്കെയാ പേപ്പറിൽ എഴുതി വായിക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് ഒരാഗ്രഹമുണ്ട്, ഞങ്ങളുടെ പ്രതിനിധിയായിട്ട് ആരെങ്കിലും വന്ന് മുഖത്തോട് മുഖം നോക്കി ഞങ്ങൾക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങളൊന്ന് ചോദിച്ച് കേൾക്കാൻ. പക്ഷെ ലാലേട്ടാ,
ഇത് ലേശം വൃത്തികേടായിപ്പോയി, ഭയങ്കര ബോറ്. അത് മാത്രമല്ല, അങ്ങുന്നിനെ നായകനാക്കിക്കൊണ്ട് രാജമൗലിയെ കൊണ്ടൊരു സിനിമാ പടം പിടിപ്പിച്ചാലും ഈ ഭരണപരാജയം മറച്ചു വയ്ക്കാൻ പറ്റുമെന്ന് അവിടെ നിന്ന് തോന്നുന്നുണ്ടോ? ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ച് അങ്ങോട്ട് നോക്കൂ ഒന്ന് ചുമ്മാതിരിക്കുന്നേ. ഇങ്ങനെയുള്ള ചില ഷോട്ടുകളൊക്കെ ഉണ്ടല്ലോ നടന്നുകൊണ്ടുള്ള സ്ലോ മോഷനിലൊക്കെ വരുമ്പോൾ, പണ്ട് ഈ കല്യാണം കഴിച്ചവരുടെ ഒരു ലവ് സീൻ എന്നും പറഞ്ഞ് ലാസ്റ്റ് ഒരു പാട്ടുണ്ടായിരിക്കും, ഒരു പ്രണയഗാനം ട്രെൻഡിങ് ആയിട്ടുള്ള അപ്പോഴത്തെ ഒരു പാട്ടിട്ടിട്ട് ഈ രണ്ട് ഇണക്കിളികളും കൂടെ ചേർന്ന് സ്ലോ മോഷനിൽ നടക്കുന്നു, ഒരാൾക്ക് പൂ സമ്മാനിക്കുന്നു, പോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നു. ഈ ഒരു സാധനമാണ് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത്, ആ ഒരു ലെവലാണ് സാധനം. പിന്നെ ഈ അടുത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, മമ്മൂട്ടി, മോഹൻലാൽ ഇവരെ പോലെയുള്ള സൂപ്പർ ഹീറോകളൊക്കെ ഉണ്ടല്ലോ ഇവിടുത്തെ, അവരൊക്കെ പൈസ മാത്രം നോക്കി സിനിമകൾ സെലക്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനിത് മുമ്പും പറഞ്ഞിട്ടില്ലേ, ഏതാണ് ക്യാരക്ടർ, ആ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു വ്യക്തിത്വം ഉണ്ടോ, ആ സിനിമ കൊണ്ട് ഈ സമൂഹത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, എന്തെങ്കിലും യുക്തിയുണ്ടോ ആ ക്യാരക്ടറിന് എന്നൊന്നും ഇവർ ചിന്തിക്കത്തില്ല. പൈസ കിട്ടിയ ഏത് പടവും അങ്ങ് അഭിനയിച്ചോളും. ഈ ഒരു ചിന്ത അങ്ങ് മാറ്റണം കേട്ടോ ലാലേട്ടാ, മോശം. എന്റെ കേരളം, അങ്ങയുടെ കേരളം, നമ്മുടെ കേരളം. അങ്ങയുടെ കേരളോ? ഏവനാടോ ഇതിൻ്റെ സ്ക്രിപ്റ്റ്? ആ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തവൻ ഏതായാലും കൊള്ളാം കേട്ടോ. ഇതൊക്കെയാണോ ഹൈലൈറ്റ് ഇൻ്റർവ്യൂവിൻ്റെ? നന്നായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. സദ്യക്ക് പപ്പടം ഒന്നോടെ വിഴുങ്ങുകയാണോ അതോ പൊടിച്ചാണോ കഴിക്കുന്നത്? ഇമാതിരി ജനങ്ങൾ അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇപ്പോൾ ഇലക്ഷനോടനുബന്ധിച്ച് ട്രെൻഡിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സർക്കാരിൻ്റെ നേട്ടങ്ങളുണ്ടല്ലോ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, പിന്നെ ബാറിൻ്റെ പ്രവർത്തന സമയം നീട്ടിയത്, PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് ജോലി കിട്ടാത്ത പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധങ്ങൾ, ആശാവർക്കർമാരുടെ സമരം, ഇനിയുണ്ട് കുറേ. അപ്പം ഇങ്ങനെ ഈ വർത്തമാനകാല സാഹചര്യത്തിൽ എയറിൽ ഇങ്ങനെ പറന്ന് നടക്കുന്ന നമ്മുടെ ഭരണ നേട്ടങ്ങൾ കൂടി ആ ഇൻ്റർവ്യൂവിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇതൊക്കെ കൊള്ളാം കേട്ടോ, ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്നതാണ് ഇൻ്റർവ്യൂ എന്ന് ടീസർ കണ്ടപ്പോഴേ മനസ്സിലായി. ഏതായാലും കാണണ്ടെന്നൊരു തീരുമാനത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റിയിട്ടുണ്ട്. കട്ട വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് കുട്ടയും കൈ പിടിച്ചുകൊണ്ടിരിപ്പുണ്ട്, എന്തൊക്കെയാണ് കിട്ടുന്നത് വാരി നിറച്ച് കൊണ്ടുപോകാൻ വേണ്ടി കുറേ അന്തങ്ങൾ. സഹതാപത്തിനും അപ്പുറം അതിൻ്റെ ഡിഗ്രി കൂടി ഏതെങ്കിലും വികാരം ഉണ്ടെങ്കിൽ അത് മാത്രമേ നിങ്ങളോട് തോന്നുന്നുള്ളൂ, പുച്ഛം പോലും തോന്നുന്നില്ല. കാരണം ഒരു വിവരവും വെള്ളിയാഴ്ച ഇല്ലാതെ തരുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആളുകളെ നമ്മൾ പുച്ഛിച്ചിട്ടും കാര്യമില്ല, സഹതപിക്കുക മാത്രം. അപ്പൊ കേരളം അത്യന്തം ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുന്ന, ലാലിസവും പിണറായിസവും മാറ്റുരയ്ക്കുന്ന ആ ഒരു വെള്ളിത്തിരയിലെ അത്ഭുതത്തിനായി കാത്തിരിക്കുന്നവർക്കെല്ലാം ഓരോ ചെളിവാദ്യങ്ങൾ ആൾക്കൊന്നു വീതം.